ഹായ്, ഹലോ. അപ്പോൾ ഇന്ന് കൂർഗ് ടു മൈസൂർ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാം സൈക്കിൾ എല്ലാം വണ്ടിയിലെല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് റൈഡ് ചെയ്യണത്. അപ്പോൾ മൈസൂർക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് 80-85 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിരാവിലെ ഞങ്ങളിപ്പോൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുള്ളൂ. ബിക്കോസ് അവിടെ ഭയങ്കര ആനിമൽസിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് ഫോറസ്റ്റ് വരെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൈഡ് തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ വെച്ച് കാണാം. അല്ലൂർ ടു മൈസൂർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? റെക്സി ഇതാണ് കോ ഡ്രൈവർ. റെക്സി ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. നമ്മുടെ മൈസൂർ റൈഡ് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അള്ളൂരിൽ നിന്നാണ് തുടങ്ങിയേക്കണേ. നല്ല വെളുപ്പാണ്, ചുറ്റും കാണാം ഫുള്ള് മഞ്ഞ, ഭയങ്കര മഞ്ഞാണ്. നമ്മളപ്പോൾ മാക്സിമം ഇവിടുന്ന് ഈ രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം അങ്ങോട്ട് ഓടി എത്താനുള്ള വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ കൂടെ ഓടിക്കുന്ന രക്ഷിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. നല്ല മഞ്ഞ, മഞ്ഞ് സ്റ്റാഫ് ഇടുന്നു, അല്ലെങ്കിൽ മണി ഇടുന്നു. നല്ല സൂപ്പർ റോഡായതുകൊണ്ട് വീഡിയോ അധികം വൈബ്രേഷൻ ആവില്ല. രക്ഷിത്ത് പോകുന്നുണ്ട് ഫ്രണ്ടിൽ. ഇത് മുദ്ദനള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അടിപൊളിയാ, മൈ ഗോഡ്, നല്ലൊരു കയറ്റായിരുന്നു. രക്ഷിത്ത് പാട്ടൊക്കെ കേട്ടോണ്ടാ പോണേ. ഓട്ടേക്കാക്കി പോവാം. നല്ല മഞ്ഞുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ നിർത്തിയിട്ടുണ്ട് വന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞ, കാണൂല ഒന്ന്. കുറേ നാളായിട്ടുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു ലോങ് മൈസൂർ പോകണം. അപ്പോൾ ഇന്നത് സാഫല്യമാക്കാൻ പറ്റും. നമ്മുടെ സ്വപ്നം സാഫല്യമായി. നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വെറും ഈസി ആയിട്ടാണ് നമ്മൾ മൈസൂർക്ക് വേണ്ട ഫുള്ള് ഫ്ലാറ്റ് റോഡാണ്. പക്ഷെ സൈക്കിളിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല അപ്പുണ്ട്, ഡൗണും ഉണ്ട്, ഡൗണില്ല എന്നല്ല, പക്ഷെ അപ്പാണ് കൂടുതൽ. ഇപ്പോൾ തന്നെ നമുക്ക് 3 അപ്പ് കിട്ടി ഈ ചെറിയ സമയത്തിനുള്ളിൽ.
ഒരു ഡൗൺ കിട്ടും, അടിപൊളി ഡൗൺ. വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് വോയിസ് കേൾക്കില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് വന്ന ആ ഇറക്കത്തിൽ. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ല. ഇതിനൊരു സ്പീഡോമീറ്റർ വാങ്ങി ഫിറ്റാക്കണം സൈക്കിളിനുള്ള. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് ട്രാക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും അപ്പ് കിട്ടി നമുക്ക്. അടിപൊളി. ഞാൻ ആ ഫ്രണ്ടിനോട് അധികം സംസാരിക്കുക കന്നഡയിലായിരിക്കും സംസാരിക്കും. പുള്ളിക്കാരന് മലയാളം അറിയാം, എന്നാലും നല്ല അടിപൊളി വെതറാ. മഞ്ഞ് മാറും, അപ്പം തന്നെ ചൂട് തുടങ്ങും. അതാണ്, ചൂടാകുമ്പോഴത്തേനും കുറേ അങ്ങ് എത്തിപ്പോകും, ഇല്ലെങ്കിൽ ഭയങ്കര ടയർഡായി പോകും. നമ്മൾ അങ്ങനെ ഉൻസൂറിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ മുമ്പിൽ കിട്ടാൻ പോണ ജംഗ്ഷനാണ് കുശാൽ നഗർ വീരാജ്പേട്ട ഡീവിയേഷൻ. നമ്മൾ അവിടെ എത്തി. മഞ്ഞിന് ഒരു കുറവുമില്ല, ഫുള്ള് കുളിച്ച പോലെയായിരുന്നു. ഹെൽമെറ്റെല്ലാം നനഞ്ഞ്. ഞാൻ കാണിച്ചു തരാവേ. ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വണ്ടികളുണ്ടാവും. ഇതാണ് ആ ജംഗ്ഷൻ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി വീരാജ്പേട്ട് മൈസൂർ റോഡ്. ഇപ്പോൾ ഇങ്ങോട്ട് കാണുന്ന റോഡ്, ഈ റോഡ് ബസ് വരുന്ന റോഡ് കുശാൽ നഗർ റോഡ്. അവിടെയാണ് കുശാൽ നഗർ കാണാം. കുശാൽ നഗർ റോഡാണ്. വണ്ടികൾ ഭയങ്കര ശല്യമായിരിക്കും. ഈ ഇപ്പം നമ്മൾ പോകാൻ പോണ റോഡ് മൈസൂർ കുശാൽ നഗർ റോഡ്. ഇപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി. വണ്ടികളുണ്ടാവും, എപ്പോഴും ശ്രദ്ധിക്കണം ഭയങ്കരമായിട്ട്. മഞ്ഞിനൊരു കുറവുമില്ല, ഫുള്ള് ഭയങ്കര മഞ്ഞ. സൂര്യൻ മെല്ലെ തലപ്പൊക്കി നമ്മളെ നോക്കുന്നുണ്ട്. കുറച്ചീച്ച ക്ലിയറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഫുള്ള് നനഞ്ഞ്, ഹെൽമെറ്റെല്ലാം ഫുള്ള് നനഞ്ഞു, മേലൊക്കെ ഫുള്ള് നനഞ്ഞു പോയി. അപ്പോൾ ഞാൻ കണ്ണിൽ തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാറ്റ് ഈ മഞ്ഞ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷേഡ്സ് വെച്ചേക്കണേ. ഇത് സൈക്ലിങ്ങിനുള്ള പ്രോപ്പർ ഗ്ലാസ്സസ് ആയിരുന്നു. ഭയങ്കര കംഫർട്ടായിരുന്നു. ഇത് നമുക്ക് മേത്തിരിയണേ അറിയില്ല, വെച്ചേക്കണം മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ റോഡ് കുറച്ച് സൂര്യനെ കുതിച്ച് വരുന്നുണ്ട്. ബസ്സുകൾ അവർ ശ്രദ്ധിക്കുകയല്ല.
ഇവിടെയാണ് ഡീവിയേഷൻ. നമുക്ക് നേരെ പോയ ബൈപ്പാസ് റോഡ്. പാർട്ട്ണർ വന്നു ഇതാ റിക്ഷേ രക്ഷിത്തിനോടും പറഞ്ഞു ഈ നേരെ പോണെയാണ് ബൈപ്പാസ് റോഡ്. രക്ഷിത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹുംസൂർ ടൗണിക്കോടുള്ള റോഡ്. ഞാൻ ടൗണിക്കോടെ പോവാൻ നല്ല തിരക്കായിരിക്കും ചിലപ്പം. ഹുംസൂർ ടൗണാണിത്. വരെ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ ഹുംസൂർ ടൗൺ. വലിയ ടൗൺ. ഇപ്പം നമ്മൾ ഈ വെളുപ്പിന് വന്നുകൊണ്ടാണ് മനസ്സിലാവാത്ത. ഉച്ചക്കൊക്കെ വന്ന് ഭയങ്കര തിരക്കായിരിക്കും. ബൈപ്പാസ് റോഡിൽ കൂടെ തിരക്കുണ്ടാവില്ല. ഇതാണ് ഹുംസൂർ ടൗൺ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കാണുന്ന അവിടം വരെ. അങ്ങനെ നമ്മൾ ഹാസൻ ഡീവിയേഷനിലെത്തി, ഡബിൾ റോഡ് എത്തി. മൈസൂർക്ക് ഇനി 28 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ അടിപൊളിയായിട്ട് എത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വേഗം എത്തി. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ ഡീവിയേഷനിലെത്തി. റക്ഷി തൊട്ട് ബാക്കിലുണ്ട്. കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ. ഈ മുമ്പിൽ കാണുന്ന ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന റോഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഹാസൻ, ചിക്മംഗ്ലൂർ, മാംഗ്ലൂർ ആ റോഡ് പോകുന്നത്. നേരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോണതാണ് മൈസൂർ റോഡ്. നമുക്കിവിടെ നിർത്താം. റക്ഷിയും കൂടി വന്നിട്ട് പോവാം. ഞാൻ വിചാരിച്ചു ഫുള്ള് ടയേർഡായി പോകുന്നത്. അത്ര പറയത്തക്ക ടയർഡൊന്നും ആയിട്ടില്ല. അടിപൊളിയായിട്ട് ഇവിടെ എത്തി. നല്ല സൂര്യപ്രകാശമുണ്ട്. അതുകൊണ്ട് ഷേഡ്സ് വെക്കാണ്ട് ഓടിക്കാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ സൂപ്പർ. നമ്മൾ സൈക്കിൾ എത്തിയേക്കുക. റക്ഷി വന്നിട്ട് ഇനി ഇവിടുന്ന് ഒന്നിച്ച് മൈസൂർ പോയി. ഇനി 28 കിലോമീറ്റർ ഉള്ളൂ മൈസൂർക്ക്. ഈ ബാക്കി കാണുന്ന റോഡാണ് ഇത്. ഇപ്പോൾ ഈ കാണുന്ന റോഡ്, ഇങ്ങനെ പോണ റോഡ് ഹാസൻ ചിക്മംഗ്ലൂർ റോഡാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വണ്ടികളൊക്കെ പോയി തുടങ്ങി. വലിയ റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഡബിൾ റോഡാണ് ഇനി മൈസൂർ മൊത്തം. നല്ല റോഡായിരിക്കും. ഞാൻ രക്ഷിത്തും എത്തി. ദേ വരുന്നു രക്ഷിത്ത്. നമ്മളിവിടെ നിർത്തി വെച്ചേക്കാണ് രക്ഷിത്ത് വരാൻ വേണ്ടി. വെയിൽ വന്ന് വെയിലായി. വെയിലത്ത് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡാവും. നമ്മൾ ഇനി ഓൾമോസ്റ്റ് 30 കിലോമീറ്റർ കൂടി ഉള്ളത് കൊണ്ട് ടയേർഡായിപ്പോൾ. നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ പകുതി പോലും ടയേർഡാവണില്ല. ഞങ്ങൾ ആ പ്രതീക്ഷിച്ച് ഭയങ്കര ടയേർഡാവുന്നു. അങ്ങനെ നമ്മൾ ഡബിൾ റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ബാംഗ്ലൂർക്കൊക്കെ പോണവർ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ കയറി ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ലെഫ്റ്റ് റോഡ് കയറി കഴിഞ്ഞാൽ നേരെ ശ്രീരംഗപട്ടണം ചെന്ന് കയറും. ഇത് ശ്രീരംഗപട്ടണം റോഡാണ് ഈ സ്ട്രെയിറ്റ് കാണുന്നത്. നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ടൗണിലേക്ക് ഫ്ലൈഓവർ കയറാൻ പോവാം. അടിപൊളി. നമ്മൾ നേരെ ഇത് കയറി ഇറങ്ങി ടൗണിലേക്കാണ് ചെല്ലണേ. ഫ്ലൈഓവർ കയറാം. അവിടെ പണ്ട് ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഇത് ബാംഗ്ലൂർ ടു കാലിക്കറ്റ് പിന്നെ തമിഴ്നാട് ഊട്ടി അതിലേ പോകുന്ന മെയിൻ റോഡാണ് ഇത്. ബൈപ്പാസ് റോഡ്, റിംഗ് റോഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എപ്പോഴും ട്രാഫിക്കായിരുന്നു. അപ്പോൾ മാംഗ്ലൂർ ഭാഗത്തുനിന്ന് വരുന്നവരും ഇതെല്ലാം കൂടി ഇവിടെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെ ഫ്ലൈ ഓവർ പണിതപ്പോൾ ഊട്ടി കാലിക്കറ്റ് പോകേണ്ടവർക്ക് ഫ്ലൈ ഓവർ കയറാണ്ട് പോയിട്ട് റൈറ്റ് തിരിയാം. ടൗണിലേക്ക് പോകേണ്ടവർക്ക് ഫ്ലൈ ഓവർ കയറാം. ബാംഗ്ലൂർക്ക് പോകേണ്ടവർക്ക് വന്നേച്ച് ലെഫ്റ്റ് തിരിയാം, ഫ്ലൈ ഓവർ കയറാണ്ട. അപ്പോൾ ഇവിടെ ട്രാഫിക് വളരെ കുറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഫ്ലൈ ഓവർ കയറി ഓൾമോസ്റ്റ് 100-400 മീറ്റർ ഉണ്ടാവും ഫ്ലൈ ഓവർ. എനിക്കറിയില്ല, വെറുതെ ഒരു ഗസ് അടിച്ചതാ. നമ്മളപ്പോൾ നേരെ ഹോട്ടലിലേക്കല്ല പോണേ, ടൗണിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ ഒക്കെ റൗണ്ടൊക്കെ അടിച്ച് കറങ്ങി തിരിഞ്ഞാണ് പോണേ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം. നല്ല ട്രാഫിക്കായി തുടങ്ങി എല്ലായിടത്തും. അടിപൊളി കാണുന്നതായിരിക്കും ബാക്കർ. സുമ്മനെ അല്ലല്ല അല്ലി പോകെ വെക്കണോ? ഇത് പാലസിന്റെ ഒരു ഗേറ്റാണ്, പാലസ് ഗേറ്റ്. ഞാൻ വല്യ നോക്കുക കാണിക്കാൻ വേണ്ടി വന്നു. അവിടെ ആൾക്കാരെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ കണ്ട ഇവിടെ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയിട്ട് പാലസിന്റെ ഞങ്ങൾ ഉള്ളിലൊന്നും കയറുന്നില്ല, പുറത്തുനിന്ന് കാണാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മൈസൂർ പാലസ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഭയങ്കര വലിയ ഇതാണ്. ಇಲ್ಲಿ ಫ್ರೆಂಡ್ ತೋರಿಸುವ. ആക്ച്വലി ഇതല്ല ഫ്രണ്ട്, പക്ഷെ ഇതൊന്ന് നിർത്തി കണ്ട് കാണാം. ഇതെല്ലാം ഫുള്ള് ക്ലോസ് ചെയ്തേക്കുവാണ്. ഇതാണ് പാലസ്. ദൂരെയാണ്, നമുക്ക് കാണൂല, ഒന്നും പ്രോപ്പറായിട്ട് കാണൂല. ഇതാണ് പാലസ്, മൈസൂർ പാലസ്. ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കവർ. ആർച്ച് ഇത്ര വലിയ സൂപ്പർ പാലസ്. അത് സ്കൂളിൽ പിള്ളേരൊക്കെ കൊണ്ടേ കാണിക്കും പിക്നിക് ടൈമിലൊക്കെ. അങ്ങനെ മൈസൂർ പാലസിൻ്റെ പുറത്തുകൂടി നമ്മൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് പോണേ. ഫുള്ള് ട്രാഫിക്കാണ്, ഫുള്ള് ട്രാഫിക്ക്. ഇപ്പം സൺഡേ ആയതുകൊണ്ടാണ് കുറവെന്നാണ് തോന്നണേ. വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ ട്രാഫിക്കാണ്.
നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ് മൈസൂർ. ബസ്സെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ബസ് ഡേയിലാണ് കയറിയത്. കണ്ടപ്പോൾ സൈക്കിള ഇതാണ് എൻട്രൻസ് ലെഫ്റ്റ് സൈഡിൽ. പോലീസൊക്കെ ഉണ്ട്. നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചാൽ കൊണ്ട് നമ്മളെ പിടിക്കില്ല. ഇതിലാണ് എക്സിറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ. ഒരുപാട് ബസ്സുകൾ വരുന്നതാണ്. ഇറങ്ങിയാൽ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലാണ് എക്സിറ്റ്. നമുക്കത് ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഒരു ബസ് കവറായിട്ട്. ആട്ടോക്കാരെ നോക്കുക. അങ്ങനെ ബസ് സ്റ്റാൻഡ് കവറാക്കി. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ കുറേ ജ്വല്ലറി ഒക്കെ ഉണ്ട്. ഒരുപാട് 4-5 ജ്വല്ലറി ഉണ്ട്. കാണാൻ പറ്റും ബോർഡൊക്കെ. ഇനി നമുക്ക് ഹോട്ടലിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാൾ ഓഫ് മൈസൂർ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന റേസ് കോഴ്സ്. ഇത് രണ്ട് സൈഡിൻ്റെ നടുക്കൂടി നമ്മൾ പോവാണ്. ഇവിടെ കണ്ടോ പാർക്കിങ്ങൊക്കെ ക്ലിയർ ആക്കി കാണണ്ട. ഇന്ന് സുപ്രീം കോർട്ടിൻ്റെ ഏതൊരു ജഡ്ജ് വരുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് എല്ലാം ക്ലിയർ ആക്കി. ഇപ്പോൾ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലാണുള്ളത്. അടിപൊളി. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹോട്ടലിൽ റാഡിക്സൺ ബ്ലൂ. ഇതാണ് ഇപ്പോൾ 12:35 ലെഫ്റ്റ് സൈഡ്. ഇതാണ് എൻട്രൻസ്. എൻട്രൻസ് ഇതാണ് ഹോട്ടലിൻ്റെ പാർക്കിംഗ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിലെത്തിയില്ല, ലോബിയിലെത്തി. അടിപൊളി. അപ്പോൾ നമുക്ക് റൂം എങ്ങനെ ഉണ്ട് നോക്കാം. ഓക്കെ. 109 അല്ലേ റൂം വെച്ച്? അതല്ലേ പറഞ്ഞു. ഈ സൈഡ് ഉള്ളു. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇത് ನಾನು ಮಾಡೋದು ನನಗೆ ಖುಷಿ ಆಗೋದಿಲ್ಲ. ಬ್ಲೂ ಒನ್ ಎಲ್ಲಿಂದ ಇಬ್ಬರಿಗೆ ಒಂದೊಂದು ಮೇಲೆ ಯಾ ಚಿನ್ನ ಓಪನ್ ಇದು ಹಾಕು. ಇಲ್ಲ ಇದು ಕಾರ್ಡ್ ಹಾಕು. ನೀನು ಒಳ್ಳೆ ಜನ. ಮತ್ತೆ
വണ്ടർഫുൾ റൂം. അടിപൊളി റൂം അല്ല രക്ഷി? അപ്പോൾ നമ്മുടെ കൂർഗ് ടു മൈസൂർ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സി യു.